കുഞ്ഞുങ്ങളെ, ഗ്ലാക്സോ ആണ്. നമ്മൾ ഇന്ന് നടന്നൊരു LDC സ്പെഷ്യൽ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ മാത്സിലെ ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? നോക്കാൻ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 22ാം പദത്തിൻ്റെയും തുക 100 ആയാൽ ആ ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം പറയുന്നത് 12ാം പദത്തിൻ്റെയും 22ാം പദത്തിൻ്റെയും തുക 100. അതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു സമാന്തര ശ്രേണി തന്നാൽ അതിൻ്റെ n-ാം പദം, ഞാൻ ജനറലി പറയുക, 12ാം പദമൊന്നും 22ാം പദമൊന്നോ പറയുന്നില്ല, n-ാം പദം കാണാനുള്ള ഇക്വേഷൻ എന്താ? a + n-1 × d ആണെന്ന് നമുക്കറിയാവുന്നത്. a ആദ്യ പദമാണ്, d പൊതുവ്യത്യാസമാണ്. അങ്ങനെങ്കിൽ n-ാം പദം കാണുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഈ ചോദ്യത്തിൽ ആദ്യത്തെ സെന്റൻസിൽ പറയുന്ന കഥകളൊന്ന് നോക്കിയാലോ? ആദ്യം പറയുന്നത്, ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ 12ാമത്തെ പദത്തിനെയും 22ാമത്തെ പദത്തിനെയും കൂട്ടിയാൽ എത്ര കിട്ടും? 100 കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 12ാമത്തെ പദത്തിൻ്റെ ഇക്വേഷൻ എന്നോടൊന്ന് പറയുമോ? n-ാം പദം കാണാൻ a + n-1 × d ആണെന്ന് എൻ്റെ കുട്ടികൾക്കറിയാം. അപ്പം 12ാം പദം കാണുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേ a + 12 - 1 × d എന്ന് വരുമല്ലേ? 12 1 പോയാൽ എത്ര? 11. a + 11 d എന്ന് എഴുതിക്കോട്ടെ. 12ാം പദത്തിൻ്റെ എക്സ്പ്രഷനാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതേപോലെ എൻ്റെ കുട്ടികൾ 22ാം പദത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേ a + n-1 × d ആ. അപ്പോൾ a + 22 - 1 × d എന്ന് വരുമല്ലേ? അത് എത്രയാ? a + 21 d ആണ്. ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടുമ്പോഴാണ് 100 കിട്ടേണ്ടത്. കൂട്ടി ഒന്ന് എഴുതിയാലോ? എയും എയും കൂടെ 2a, 21 11 32 d. ഇതാണ് 100. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? അപ്പം ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്കാണ് ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് വന്ന് കയറാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തി. 2a + 32 d വില 100 എന്നൊരു എക്സ്പ്രഷനിലേക്ക് വന്ന് കയറാനേ പറ്റിയിട്ടുള്ളൂ. എയോ ഡിയോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ശരി, അത്രയും അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ഇൻറ്റൻഷൻ എന്തെന്നാൽ ആദ്യത്തെ 33 പദങ്ങളുടെ തുക കാണണം. ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക കാണണം. ഞാൻ ജനറലി പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷൻ ഒന്ന് എഴുതുക. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാൻ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം. n/2 × 2a + n-1 × d ആണ്. എൻ്റെ കുട്ടികൾക്ക് അറിയാവുന്ന ഇക്വേഷൻ അല്ലേ അത്? അപ്പം ഈ ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ? നമുക്കിവിടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുകയാണ് കാണേണ്ട. അപ്പം എന്നിൻ്റെ സ്ഥാനത്ത് 33 / 2 × 2a + 33 - 1 × d എന്ന് പറഞ്ഞാൽ 32 d എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ 33 പദങ്ങളുടെ സമ്മ് കാണുന്ന എക്സ്പ്രഷൻ. ഇനി ഈ ചോദ്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ കുട്ടികൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാരായി കിടക്കുന്ന ബ്രാക്കറ്റിൻ്റെ അകത്ത്? 2a + 32 d. അതിൻ്റെ വിലയല്ലേ എൻ്റെ കുട്ടികൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? 2a + 32 d ആരെന്ന് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരുന്നു നമ്മൾ. അത് 100 ആണ്. അപ്പം ആ ബ്രാക്കറ്റിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ വിലയായിട്ടുള്ള 100 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ എൻ്റെ കുട്ടികളെ? അപ്പം ഞാനത് പ്രൊസീഡ് ചെയ്യുവാണ്. 33 / 2 × 2a + 32 d വില 100 ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് 100 ഇട്ട് കൊടുത്തു. ക്ലിയർ ആയോ? ഇനി ക്യാൻസലേഷൻ അല്ലേ ഉള്ളൂ. 2ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. 2 × 50 ആണ് 100. ബാക്കി എടുത്ത് എഴുതാമല്ലോ. ബാക്കി എന്ത് വന്നു? 33 × 50. 33 × 5 165 എൻ്റെ കുട്ടികൾക്ക് അറിയാവുന്ന കഥയാണ്. പിന്നെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ അത് 1650 ആണ്.
എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുമില്ല, ബേസ് ലെവലിൽ ഒരു ചോദ്യമാ, 2 ഇക്വേഷൻ്റെ സപ്പോർട്ട് വേണം. n-ാം പദം കാണുന്ന ഇക്വേഷൻ a+n-1 ഡിയും ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷൻ n/2 × 2a+n-1 d. ഈ 2 ഇക്വേഷൻ്റെ സപ്പോർട്ട് മാത്രം മതി, ഈസി ആയിട്ട് ചെയ്തെത്താവുന്നതേ ഉള്ളൂ. എയോ ഡിയോ ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ ആണോ? മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്ത ചോദ്യം പറയട്ടെ. ശരി, എക്സ്പോണൻസി എന്നുള്ളൊരു ചോദ്യമാണ്. 27x ഡിവൈഡഡ് ബൈ 3² = 3⁷ എന്നാണ് പറയുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വില കാണണം. എൻ്റെ കുട്ടികൾ നോക്കിയാൽ മനസ്സിലാവും, എക്സ് പവറിലാണോ ഉള്ളത്? അല്ലേ? പവറിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് സെയിം ആയിരിക്കണം. ബേസിനെ ബാലൻസ് ചെയ്യാതെ കാൽക്കുലേഷനുമായിട്ട് പവറിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ബേസ് നോക്കുമ്പം ഒരാൾ 3, ഒരാൾ 3, ഇയാൾ മാത്രം 27 എന്നും പറഞ്ഞ് കിടക്കുക. 27നെ അപ്പം 3ൻ്റെ ടൈംസിൽ കൊണ്ടുവരണം. എൻ്റെ കുട്ടികൾ പറ, 27നെ നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? 3ൻ്റെ ക്യൂബാണ് 27 എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. അപ്പോൾ 27 കിടക്കുന്ന സ്ഥാനത്ത് 3 ക്യൂബ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ ഞാൻ. അപ്പോൾ ഈ എക്സ്പ്രഷനെ ഒന്ന് മാറ്റി എഴുതുക. 27ൻ്റെ സ്ഥാനത്ത് 3 ക്യൂബ് എന്ന് എഴുതി. 27⁻x, പുറത്തൊരു പവർ ഉണ്ട് x, അത് മറക്കണ്ട. ഡിവൈഡഡ് ബൈ 3² എന്ന് പറയുന്നതാണ് 3⁻7. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു പവറിൻ്റെ പുറത്ത് പവർ വന്നു, ഒരു ഔട്ടർ പവർ പ്രസന്റ് അവിടെ. അപ്പം എന്താ ചെയ്യുക? പുറത്തെ പവർ അകത്തോട്ട് വരുമ്പം ഗുണിച്ച് കയറി വരും. നമ്മൾ പഠിച്ചിട്ടില്ലേ a⁻m. അതിൻ്റെ പുറത്ത് n എന്നൊരു പവർ ഉണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ്റെ വില a⁻mn എന്നായി മാറും. അതേ ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ ഈ പുറത്തെ പവർ അകത്തോട്ട് ഗുണിച്ച് കയറുമെന്ന് മാത്രം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതി വെക്കാം? 3⁻3x എന്ന് എഴുതി വെക്കാം. ശരി, ഡിവൈഡഡ് ബൈ 3² വിലയാണ് 3⁻7. ഇത്രയും ഓക്കെ ആണോ? ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എൻ്റെ കുട്ടികളാ, ബേസ് സെയിമായ 2 സംഖ്യകളെ ഹരിക്കാനാ പറയുന്നത്. ബേസ് സെയിമായ 2 സംഖ്യകളെ ഹരിക്കാൻ പറഞ്ഞാൽ പവറുകളെ തമ്മിൽ കുറച്ചു വെച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ള നിയമമായിട്ട് ഇനിയും പറയണമെങ്കിൽ a⁻m ഡിവൈഡഡ് ബൈ a⁻n. എന്താ എൻ്റെ കുട്ടികളെ? a⁻m-n. ഹരിക്കാനായിട്ട് പവറുകളെ കുറയ്ക്കണം, ഗുണിക്കാനായിട്ട് പവറുകളെ കൂട്ടണം. നമ്മൾ പഠിച്ചതാ ഇതൊക്കെ. അപ്പോൾ ഇവിടെ പവർ കുറച്ച് വെച്ചാൽ പോരായോ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സിക്യൂട്ട് ചെയ്ത് 3⁻3x എന്ന് എഴുതി വെക്കാം. അത് ആർക്ക് തുല്യമാ? 3⁻7 തുല്യമാ. ക്ലിയർ ആണോ? ഇപ്പം നോക്കിയേ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബേസ് ബാലൻസ്ഡ് ആയി. ബേസുകൾ സെയിം ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇവിടെ പവറുകളും സെയിം ആയിരിക്കും. അപ്പം ഇനി ശ്രദ്ധ എന്തിലോട്ട് പോയാൽ മതി? പവറിനെ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ. ലെഫ്റ്റ് സൈഡിലെ പവർ പറയുന്നുണ്ട് കുട്ടികള്. ലെഫ്റ്റ് സൈഡിലെ പവർ 3x-2. റൈറ്റ് സൈഡിലെ പവർ ആരാ? 7 ആണ്. അവരെ മാത്രം ബാലൻസ് ചെയ്താൽ മതി. 3x ഒരിടത്ത് കിടക്കട്ടെ, സംഖ്യകളെല്ലാം ഒരു സൈഡിൽ പോട്ടെ. അപ്പം 3x എന്ന് പറയുന്നത് 7+2 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 3xന്റെ വിലയാണ് 9. അപ്പം x എത്രയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ? 9/3. എക്സിൻ്റെ വില 3. ക്ലിയർ ആയ എൻ്റെ കുട്ടികൾക്ക്? എളുപ്പമല്ലായിരുന്നോ? അപ്പം എക്സ്പോണൻസിൽ ഒരു നല്ല ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. 3ാമത്തെ ചോദ്യം, 6000 രൂപ 10% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെ വ്യത്യാസം എത്ര? അപ്പം 3 വർഷത്തെ കൂട്ടുപലിശ സാധാരണ പലിശ തമ്മിലുള്ള ഡിഫറൻസ് കാണാനാണ്. ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. 3 വർഷത്തെ ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ എന്താ? P × r/100². ഇത് 2 വർഷത്തെ ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ. അതിനൊപ്പം ഒരു 3 r/100 എന്നും കൂടെ ചേർത്താൽ മതി. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് വേണമെങ്കിൽ കാണാം. തൽക്കാലം ഞാൻ ഇക്വേഷൻ എടുക്കുന്നില്ല, ഷോർട്ട് കട്ടിലോട്ട് പോയിക്കോട്ടെ. ഇത് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് ഷോർട്ട് കട്ട് പറയുന്നത് കേട്ടോ.
ശരി, 3 വർഷത്തെ കോഡ് എന്താ? കൂട്ടുപലിശ കാണാനുള്ള 3 വർഷത്തെ കോഡ് എൻ്റെ കുട്ടികൾക്കറിയാം. അത് 1331 ആണ്. ശരി, ആദ്യത്തെ കോഡിന് താഴെ നിക്ഷേപിക്കുന്ന തുകയായ 6000. ഇനി ഓരോ കോഡിന് താഴെ ഞാൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാം. ഇവിടെ എല്ലാം ക്യാഷ് വരണം. ഇനി അടുത്ത സ്ലോട്ട്, ഈ സ്ലോട്ട് എങ്ങനെയാ ഫില്ല് ചെയ്യുന്നേ? ഈ 6000ന്റെ എത്ര ശതമാനമാ പലിശ? 10%. അപ്പൊ 6000ന്റെ 10% ഈ സ്ലോട്ടിലോട്ട് വരുന്നത്. ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാ പോരെ. അപ്പൊ 6000ന്റെ 10% എത്ര എന്ന് പറയുന്നത് കുഞ്ഞുങ്ങള്? 600. ഇനി എങ്ങനെയാ? ഈ 600ന്റെ 10% ഈ സ്ലോട്ടിലോട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടേ. അപ്പൊ 60. ഇനി എങ്ങനെയാ? ഈ 60ന്റെ 10% ഇങ്ങോട്ട്. 60ന്റെ 10% എത്ര? 6. ക്ലിയർ ആയോ? കണക്ഷൻ പോകുന്നത് നോക്കി, ഒരു ചെയിൻ പോലെയാണ് കണക്ട് ചെയ്ത് പോകുന്നത്. 6000ന്റെ 10% 600, 600ന്റെ 10% 60, 60ന്റെ 10% 6. ഇങ്ങനെയാണ് ആ കണക്ഷൻ അവിടെ പോകുന്നത്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്കൊന്ന് എഴുതി വെച്ചേക്കാം. ഇത് 10% അങ്ങോട്ട് എടുത്തു, വീണ്ടും 10% ഇങ്ങോട്ട് എടുത്തു, 10% ഇങ്ങോട്ട്. ഇത് നമ്മൾ വലിയ കാൽക്കുലേഷൻസ് ഇല്ലല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? ക്യാഷും കോഡും തമ്മിൽ ഗുണിച്ചെഴുതണം. ഇവനെ ഗുണിച്ചെഴുതണം, ഇവനെ ഗുണിച്ചെഴുതണം, ഇവനെ ഗുണിച്ചെഴുതണം, ഇവനെ ഗുണിച്ചെഴുതണം. ശരി, ഗുണിച്ചാലോ? പറയണ്ടേ കുഞ്ഞുങ്ങള്? 6000 × 1 അത് 6000 തന്നെ. 600 × 3 അത് 1800. 60 × 3 അത് 180 ആണ്. 1 × 6 6. ഇത്രയൊക്കെ ആണോ? ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രദ്ധിക്കുക എൻ്റെ കുട്ടികൾ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുക, കൂട്ടുപലിശ എത്രയാണ്? 6000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്ന കൂട്ടുപലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ ഈ 3 സ്ലോട്ട്, ഒന്നാമത്തവനെ ഒഴിവാക്കി ഈ 3 കൂടെ കൂട്ടി എഴുതണം. ഒന്നാമത്തവനെ ഒഴിവാക്കി ഈ 3 കൂടെ കൂട്ടി എഴുതുക. 180 186 1800 കൂടെ കൂട്ടി എഴുതിയാൽ മതി. എത്രയാ വരുന്നേ? 18 1 19, പിന്നൊരു 86. 1986 ആണ് ഇവിടുത്തെ കൂട്ടുപലിശ എന്ന് കിട്ടും. ശരി, ഇനിയിപ്പം ചോദ്യം ഇങ്ങനെയാണല്ലോ. 6000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ നമുക്ക് കിട്ടുന്ന സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ വേണ്ട ഈ രണ്ടാമത്തെ സ്ലോട്ടിൽ വന്ന് കിടപ്പുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടുത്തെ സാധാരണ പലിശ എത്ര? 1800 രൂപയാണ് സാധാരണ പലിശ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇവരെ തമ്മിൽ കുറയ്ക്കണമെന്ന് പോലും ഇല്ല. വേണ്ട, ലാസ്റ്റ് 2 സ്ലോട്ട് എടുത്ത് എൻ്റെ കുട്ടികൾ നോക്കിയാൽ മതി. ഓക്കെ ആണോ? ആദ്യത്തെ 2 സ്ലോട്ട് ഒഴിവാക്കി പിന്നെ കിടക്കുന്നതായിരിക്കും ഡിഫറൻസ്. 180 മാറും. ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ 186 നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ എൻ്റെ കുഞ്ഞുങ്ങളെ? ഒന്നും കൂടെ ഉറപ്പിച്ചേ. 3 വർഷത്തെ കൂട്ടുപലിശ വേണ്ട കിടക്കുന്നു. ഞാൻ ലൈനിട്ട ആ ഏരിയ അതും കൂട്ടി വെച്ചാൽ മതി. 3 വർഷത്തെ സാധാരണ പലിശ വേണ്ട കിടക്കുന്നു. 3 വർഷത്തെ കൂട്ടുപലിശ സാധാരണ പലിശ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കിടക്കുന്നു. ഓക്കെ അല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ? എളുപ്പമല്ലേ? പറഞ്ഞോട്ടെ. ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇക്വേഷന് ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോളൂ. ഏതാണോ നിങ്ങൾക്ക് മോസ്റ്റ് കംഫർട്ടബിൾ ആ രീതി ചെയ്യാം കേട്ടോ. ശരി, മുന്നോട്ട് പോകുന്നു നമ്മൾ. അടുത്ത ചോദ്യം. 15 നോട്ട്ബുക്കിന് 330 രൂപയാണ് വില. അപ്പം ഞാനൊന്ന് എഴുതാം. 15 ബുക്കിന് എത്ര രൂപ എൻ്റെ കുട്ടികളെ? 330 രൂപ വില. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില പറ. ഒരു ബുക്കിൻ്റെ വില കാണാൻ 330നെ 15 കൊണ്ട് എൻ്റെ കുട്ടികൾ അങ്ങ് ഹരിച്ചാൽ പോരെ. ഹരിക്കട്ടെ. 15 × 2 30 വീണ്ടും 3 താഴോട്ട്. 15 × 2 30. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില എത്രയാ? എഴുതിക്കോട്ടെ ഇവിടെ 22 രൂപയാണ് ഒരു ബുക്കിൻ്റെ വില. എന്താ അറിയണ്ടേ? 418 രൂപ കയ്യിലുള്ള ഒരാൾക്ക് എത്ര ബുക്ക് വാങ്ങാവുന്ന ചോദിച്ചിരിക്കുന്നത്. 418 രൂപ കൈവശമുള്ള ഒരാൾക്ക്
22 രൂപ വിലയുള്ള എത്ര ബുക്ക് വാങ്ങാവുന്ന ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നേ? 418നെ 22 കൊണ്ട് ഹരിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? ഒരു 22 22 41 22 കുറച്ചാൽ 19 8 കൂടെ താഴോട്ട് വരും. 22 ഗുണം 9 അല്ലേ 198. 22 ഗുണം 10 220. അപ്പോൾ 9 198. കഴിഞ്ഞ പരിപാടി. അപ്പോൾ എത്ര ബുക്ക് എൻ്റെ കുട്ടികൾക്ക് വാങ്ങാൻ പറ്റും? 418 രൂപ കൈവശമുള്ള ഒരാൾക്ക് 19 ബുക്കുകളാണ് വാങ്ങാൻ കഴിയുക. ക്ലിയർ ആയോ? സിമ്പിൾ ഒരു ചോദ്യമല്ലേ, സിമ്പിൾ ലോജിക്കല്ലേ ഉള്ളൂ അവിടെ. അടുത്ത പറയാം നമുക്ക്. അടുത്ത ചോദ്യം, 16 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിനെ, അപ്പം ഞാനൊന്ന് വരയ്ക്കാം. വേണ്ട, ഇവനാണ് ആള്. ഇവനെ വളച്ചെന്തുണ്ടാക്കി? ഒരു ദീർഘചതുരമാക്കി മാറ്റി. ഇതേ ആളെ എടുത്തിട്ട് ഒരു ദീർഘചതുരമാക്കി മാറ്റിയെന്നാണ്. എന്നാൽ അതിൻ്റെ വിസ്തീർണമാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, ഇവൻ്റെ വശം 16 എന്ന് പറയുമ്പം സമചതുരമായോണ്ട് ഇതും 16 ഇതും 16 ഇതും 16 ഇതും 16. അപ്പം ഈ സമചതുരത്തിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ സമചതുരത്തിൻ്റെ ഒരു വശം 16 എന്നെടുക്കാം, ആ വശം 16 സെൻറ്റിമീറ്റർ. അങ്ങനെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്താ? 4 16 ഇല്ലെങ്കിൽ 4 ഗുണം 16 64 സെൻറ്റിമീറ്റർ ആണ് ഈ സമചതുരത്തിൻ്റെ ചുറ്റളവെന്ന് മനസ്സിലായി. ഇതേ സമചതുരത്തിനെ വളച്ചാണ് നമ്മൾ ഒരു ദീർഘചതുരം ഉണ്ടാക്കിയത്. അപ്പം പെരിമീറ്റർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതിനാകെ എന്ത് നീളമുണ്ടോ അത് കൂടത്തുമില്ല, അത് കുറയത്തുമില്ല. ഇവരുടെ രണ്ടുപേരുടെയും പെരിമീറ്റർ സെയിം ആയിരിക്കും. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഞാൻ പറഞ്ഞേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവന്റെ കഥയാ. ആരുടെ കഥ? ദീർഘചതുരത്തിന്റെ കഥ. റെക്റ്റാങ്കിളിന്റെ ഏരിയ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ക്വയറിൽ നിന്നുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ എടുത്തു. ഇവിടുന്ന് നമുക്ക് പറയാം, ഈ സ്ക്വയറിൻ്റെയും പെരിമീറ്റർ എത്രയാ? 64 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാവുന്നതേ ഉള്ളൂ. ശരി, ഇനിയും ദീർഘചതുരത്തിനെ പറ്റി എന്താ പറയുന്നേ? അതിൻ്റെ വീതി തന്നിട്ടുണ്ട് 10. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വിസ്തീർണം കണ്ടുപിടിക്കണം. ശരി, വിസ്തീർണം വേണമെങ്കിൽ ലെങ്തും കിട്ടണമല്ലോ. അപ്പം ലെങ്ത് അറിയില്ല, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ എന്താ? ഒരു ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്ന ഇക്വേഷൻ 2 × L + B അല്ലേ? 2 Lഉം 2 Bയും കൂടെ കൂട്ടുന്നതാണല്ലോ ചുറ്റളവ്. അപ്പം 2 × L + B യുടെ വിലയാണ് ഈ 64 എന്ന് ചോദ്യത്തിൽ തന്നിരിക്കുന്നേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? 2 × L + B എത്രയാ? ബ്രെഡ്ത്ത്, വീതി 10 ചോദ്യം പറയുന്നുണ്ടല്ലോ, അതാണ് 64. ശരി, ഇനി ഈ 2 ഇപ്പുറത്തോട്ട് വിട്ടോട്ടെ. 2ഉം 64 കൂടെ വെട്ടുകയാണ് ചെയ്യുന്നില്ലെങ്കിൽ 2 ക്രോസ് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോവും. അപ്പം 64/2 എന്ന് എഴുതാം. അപ്പം L + 10 ആരെന്ന് ചോദിച്ചാൽ 64/2 എഴുതിക്കോട്ടെ ഞാനങ്ങ് 32. L + 10ന്റെ വില 32. അപ്പം L എത്രയുണ്ട് കുട്ടികളെ? ലെങ്ത് എത്ര എന്ന് ചോദിച്ചാൽ 32 - 10 ലെങ്ത് കിട്ടി 22 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പം നമുക്ക് വേണ്ട ദീർഘചതുരത്തിൻ്റെ ലെങ്തും കിട്ടിയിട്ടുണ്ട്, ബ്രെഡ്ത്തും കിട്ടിയിട്ടുണ്ട്. എന്താ നമ്മുടെ ഇൻറ്റൻഷൻ? ലെങ്ത് കാണാൻ മാത്രമല്ലല്ലോ. നല്ലൊരു ചോദ്യമായിരുന്നു ഇത്. ഏരിയ കാണാനാ പറയുന്നേ. ഒരു ദീർഘചതുരത്തിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ പറ. ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എത്ര എന്ന് കിട്ടി? ലെങ്ത് ഇപ്പം കിട്ടിയതേ ഉള്ളൂ 22. ബ്രെഡ്ത്ത് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു 10. അപ്പം ഈ പറയുന്ന ദീർഘചതുരത്തിൻ്റെ ഏരിയ എത്ര? 220 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദീർഘചതുരത്തിൻ്റെ സമചതുരത്തിൻ്റെ ബേസ് ലെവൽ ഇക്വേഷൻസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു സ്ക്വയർ, ഒന്നും കൂടെ പറയുന്നു, ഒരു സ്ക്വയറിൻ്റെ ഒരു വശം A ആണെങ്കിൽ ചുറ്റളവ് കാണാൻ 4A ആണ്. ഒരു ദീർഘചതുരത്തിൻ്റെ നീളമില്ലും ബ്രെഡ്ത്ത് ബിയുമാണെങ്കിൽ ചുറ്റളവ് കാണുന്ന ഇക്വേഷൻ 2 × L + B ആണ്. 2 Lഉം 2 Bയും കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. അതേ ദീർഘചതുരത്തിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. ഈ 3 ഇക്വേഷൻസ് ആണ് ഇവിടെ ബേസ് ലെവലിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിളാ. നല്ലൊരു സ്റ്റാൻഡേർഡ് ചോദ്യമായിരുന്നു. എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? മനസ്സിലാക്കി പഠിക്കണേ, മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്ത പറയട്ടെ.
അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്താനാ പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നവന്മാരിൽ ഒരാള് കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഓരോരുത്തരെ ഒന്ന് ചെക്ക് ചെയ്താലോ. 16 ഉണ്ട്, 81 ഉണ്ട്, 64 ഉണ്ട്, 256 ഉണ്ട്, 625 ഉണ്ട്. ശരി, പെട്ടെന്ന് കാണുമ്പോഴറിയാം ഇവരെല്ലാം സ്ക്വയറുകളാ അല്ലേ? ആരുടെ സ്ക്വയർ? 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയറാ, 81 9ന്റെ സ്ക്വയറാ, 64 8ന്റെ സ്ക്വയറാ, 256 16ന്റെ സ്ക്വയറാ, 625 25ന്റെ സ്ക്വയറാ. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? ഇനി നിങ്ങൾ ഇതിൽ നിന്ന് കോമൺ ഫീച്ചർ എല്ലാവരും സ്ക്വയറാ, കോമൺ ഫീച്ചർ അല്ലല്ലോ കാണണ്ടേ, ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നവനെ കാണണ്ടേ. ഈ 4 ഓൾറെഡി ഒരു സ്ക്വയറാ, സ്ക്വയറിൻ്റെ സ്ക്വയർ അപ്പം 16, 9 ഓൾറെഡി ഒരു സ്ക്വയറാ, 9ന്റെ സ്ക്വയറാ 81, 16 ഒരു സ്ക്വയറാ, 16 ഓൾറെഡി ഒരു സ്ക്വയറാ, 4ന്റെ സ്ക്വയർ അല്ലേ 16, അതിൻ്റെ സ്ക്വയറാണ് 256. അതേപോലെ 25 ഒരു സ്ക്വയറാ, ഓൾറെഡി 5ന്റെ സ്ക്വയറാ, അതിൻ്റെ സ്ക്വയറാ അത്. അപ്പം ഇവിടെ അങ്ങനെ അല്ലാതെ നിൽക്കുന്നത് എൻ്റെ ഇവനല്ലേ ഉള്ളൂ. 8 ആരുടെ സ്ക്വയർ അല്ലേ? 8 ക്യൂബാണ്. അപ്പം ഇത് മാത്രം ഒരു ക്യൂബിൻ്റെ സ്ക്വയർ. 64 എന്ന് പറയുന്നത് ഒരു ക്യൂബിൻ്റെ സ്ക്വയറാ, ബാക്കിയെല്ലാം സ്ക്വയറിൻ്റെ സ്ക്വയറുകളാ. ക്ലിയർ ആയോ? അപ്പം ഈ കൂട്ടത്തിൽ ഇവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് 64 ആണ്. ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? മുന്നോട്ട് പോട്ടെ. ശരി, സിമ്പിളായിരുന്നു. അടുത്ത ചോദ്യം, വിട്ടുപോയ സംഖ്യ കണ്ടെത്താനാണ്. ഈ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ 7 25 61 121 ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് പാറ്റേൺ കിട്ടും. ഇതെല്ലാം ക്യൂബുകൾക്ക് അടുത്ത് കിടക്കുന്ന സംഖ്യ, ക്യൂബിനോട് വളരെ ക്ലോസ് ആയി കിടക്കുന്ന സംഖ്യ. ഇനി കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ പോരെ. 7 എന്ന് പറയുന്നത് 2 ക്യൂബിൻ്റെ അടുത്താ, 2 ക്യൂബ് 8, അതിൽ നിന്ന് കുറയ്ക്കുന്നതാണ് 7. ശരി, അപ്പം 5 3 ക്യൂബിൻ്റെ അടുത്താ, 3 ക്യൂബ് 27, അതിൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ് 25. 61 4 ക്യൂബ് 64, അതിൽ നിന്ന് 3 കുറയ്ക്കുന്നതാണ് 61. അപ്പം അടുത്ത് എങ്ങനെയാ വന്നേ? 5 ക്യൂബ് 125, അതിൽ നിന്ന് 4 കുറയ്ക്കുന്നതാണ് 121. പാറ്റേൺ നിങ്ങൾക്ക് ക്ലിയർലി വിസിബിളാ? അടുത്ത കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ പറ. 2 3 4 5. അപ്പം അടുത്ത് എന്താ? 6 ക്യൂബ്. എത്ര കുറയ്ക്കണം? 1 2 3 4 5 ആണ് കുറയ്ക്കേണ്ടത്. പറ, 6 ക്യൂബ് എത്ര? 6 ഗുണം 6 36, ഒരു 6 കൂടെ വരണം. അപ്പം എത്ര? 216. കുറച്ച് ക്യൂബും സ്ക്വയറും ഒക്കെ പഠിച്ചു വെക്കണം എൻ്റെ കുട്ടികൾ കേട്ടോ. അപ്പം 216 മൈനസ് 5. നമ്മുടെ ആൻസർ എത്രയാ? ഈ സീരീസിലെ നെക്സ്റ്റ് ടൈം ആരെന്ന് ചോദിച്ചാൽ അത് 211. മുന്നോട്ട് പോട്ടെ. അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്താലോ? എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക. വില കണ്ടുപിടിക്കാനാണ്. എഴുതിക്കോട്ടെ. 3000 ഡിവൈഡഡ് ബൈ 5ന്റെ സ്ക്വയർ എത്രയാ? 25 പ്ലസ് ഇനി എന്താ? 1200 ഡിവൈഡഡ് ബൈ 2ന്റെ ക്യൂബ് എത്ര? 8 മൈനസ് 2ന്റെ സ്ക്വയർ എത്രയാ? 4. എൻ്റെ കുട്ടികൾ പറ, ആദ്യം എന്താ ചെയ്യണ്ടേ? ഡിവൈഡ് ചെയ്യാനുള്ള ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞല്ലേ ബാക്കി ഓപ്പറേഷൻ. ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം ഡിവിഷൻ. 3000നെ 25 കൊണ്ട് ഹരിക്കുന്നു. ഹരിക്കണോ? ഞാൻ പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. 300നെ 3000 എടുക്കട്ടെ, 300നെ ഒന്ന് ഹരിക്കാം. ഒരു 25 25, 5 താഴോട്ട് വന്ന് 0 25 ഗുണം 2 ആണ് 50. അപ്പം 300നെ 25 കൊണ്ട് ഹരിച്ച 12. ഇത് 3000 മറക്കല്ലേ. അപ്പം എത്ര? 120 പ്ലസ് 1200നെ 8 കൊണ്ട് ഹരിക്കണം. അപ്പം തൽക്കാലം 120നെ 8 കൊണ്ടൊന്ന് ഹരിക്കാം. 8 8 ആണ്, 4 താഴോട്ട് വന്ന് 0 8 ഗുണം 5 ആണ് 40. അപ്പം 150 എന്ന് കിട്ടും. 1200 ആണല്ലോ, 120 അല്ലല്ലോ. 150 മൈനസ് 4. ഇനി എങ്ങനെയാ? 150ഉം 120ഉം കൂട്ടിയാൽ 270. അതിൽ നിന്നാണ് ഒരു 4 കുറച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എത്ര? 266. സിംപ്ലിഫിക്കേഷൻ്റെ ഒരു സിമ്പിൾ ചോദ്യം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അടുത്ത പറയട്ടെ. അടുത്ത ചോദ്യം,
2007 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2011 ജനുവരി 1 ഏതു ദിവസം എന്നാണ് എൻ്റെ കുട്ടികൾ നോക്കേണ്ടത്. 2007 2011 സെയിം ഡേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കുക, 2007 തൊട്ട് 2011 വരെ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? 2007 തൊട്ട് 2011 വരെ 4 വർഷത്തെ ഗ്യാപ്പ്. ഈ 4 വർഷങ്ങൾക്കിടയിൽ എത്ര ലീപ്പ് ഇയർ വന്ന് കയറുന്നു എന്ന് നോക്കുക. 2007-നും 2011-നും ഇടയ്ക്ക് ഒരൊറ്റ ലീപ്പ് ഇയറേ ഉള്ളൂ. എൻ്റെ കുട്ടികൾക്ക് അറിയാതെ ആരാ? 2008 എന്നൊരു ലീപ്പ് ഇയർ മാത്രമേ വന്ന് കയറത്തുള്ളൂ. അപ്പം ടോട്ടൽ കൗണ്ട് എത്ര? 4 3 5. ഒറ്റ ദിവസം കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഇല്ല, ഇത് പൂർണ്ണമായി ആഴ്ചകളാകാൻ പറ്റത്തില്ല. അപ്പം അത് 5 ആണ് അവിടെ കൗണ്ട്. ഇനി ഒന്നുമില്ല, തന്നിരിക്കുന്ന ദിവസമായ തിങ്കളാഴ്ചയ്ക്ക്, അപ്പം ചോദ്യത്തിൽ തന്നിരിക്കുന്നത് തിങ്കളാഴ്ചയാണല്ലോ, അതിനൊപ്പം ഒരു 5 ദിവസം അങ്ങ് കൂട്ടി വെക്കുക. ചൊവ്വാഴ്ച, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ ആൻസർ ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? മുന്നോട്ട് പോട്ടെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരി, എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക. സിയുടെ മകനാണ് ബി എന്ന് പറയുന്നത്. സിയും പിയും സഹോദരിമാരാണ്. അപ്പോൾ ഓരോ കഥകളായിട്ട് പറയാം, ഓരോന്നോരോന്ന് എഴുതിയാലോ. സിയുടെ മകനാണ് ബി, എഴുതിക്കോട്ടെ. ഇത് സി ആണ്, സിയുടെ മകനാണ് ബി എന്ന് പറയുന്ന ആള്. ശരി, സിയുടെ മകനാ ബി. അപ്പോൾ സി എന്ന് പറയുന്ന അമ്മയാണ്, ഒരു മൈനസ് ഇട്ടേക്കട്ടെ. ഓക്കെ, ഇനി എന്താ? സിയും പിയും സഹോദരിമാരാണ്. അപ്പോൾ സിക്ക് ഒരു സഹോദരി ഉണ്ട്, അത് പി ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പെൺകുട്ടികളാണ്, സഹോദരിമാരാണ്. ഇവിടെ ഒരു മൈനസ് ഇടാം. ഇത് മകനായിരുന്നല്ലോ, അവനൊരു പ്ലസ് ഇട്ടേക്കാം, മെയിലാന്ന് കാണിക്കാൻ ഒരു പ്ലസ്. ഇനി എന്താ? പി എന്ന് പറയുന്ന ആളുടെ അമ്മയാണ് 6. പിയും സിയും സഹോദരികളാണ്. അപ്പം പിയുടെയും സിയുടെയും അമ്മ, രണ്ടുപേരുടെ അമ്മ 6 തന്നെയെന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ, അല്ലേ? രണ്ടുപേരുടെ അമ്മയാ. പിയുടെ അമ്മ 6 ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം സിയുടെ അമ്മയും 6 തന്നെ. ഇനി എന്താ പറയുന്നേ? 6ന്റെ മകനാണ് എഫ്. അപ്പൊ 6 എന്ന് പറയുന്ന നമ്മുടെ അമ്മയ്ക്ക് ഒരു മകൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സഹോദരിമാർക്ക് ഒരുത്തൻ ചോദിക്കാനുണ്ട്. 6ന്റെ മകനാണ് എഫ്. അപ്പൊ എഫ് ഇവരുടെ സഹോദരനാ. ഓക്കെ ആണോ കുട്ടികളെ? പ്ലസ് ഇടാം, സഹോദരനല്ലേ, പ്ലസ്. ഓക്കെ ആണോ? അപ്പൊ ഇവര് ഒരമ്മയുടെ മക്കളാണ്. ഇവർ 3 പേരും സി പി എഫ് എന്ന് പറയുന്ന ഒരമ്മയുടെ മക്കളാ. സിയും ബി സഹോദരികളാ, എഫ് അവരുടെ സഹോദരനാ. ശരി, എന്താ അറിയണ്ടേ? നമുക്കറിയേണ്ടത് എഫ് ബിയുടെ ആരാണ്. എഫ് എന്ന് പറയുന്നത് ഇതാണ് കണക്ഷൻ. നമുക്കറിയേണ്ട കണക്ഷൻ ഇതാ. എഫ് എന്ന് പറയുന്നത് നമ്മുടെ ബി കൊച്ചിൻ്റെ ആരെന്നാ അറിയേണ്ടത്, അല്ലേ? എഫ് എന്ന് പറയുന്നത് ബിയുടെ ആരെന്ന് അറിയണം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, എഫ് ആരാ? ബിയുടെ അമ്മയുടെ സഹോദരനല്ലേ? ബിയുടെ അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആരാ എൻ്റെ കുട്ടികളെ? അമ്മാവനല്ലേ? എഫ് ബിയുടെ ആരാണ്? എഫ് എന്ന് പറയുന്നത് ബിയുടെ അമ്മയുടെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ അമ്മാവനാണ്. സി എന്ന ചോയ്സ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? എളുപ്പമുള്ള കണക്ഷൻസ് അല്ലായിരുന്നോ? ശരി, ആ ചോദ്യം കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ കുട്ടികൾ ചെയ്തു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. LDCയുടെ എക്സാം ആയിരുന്നു, കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്നും കൂടെ ചെയ്ത് പഠിക്കും എൻ്റെ കുട്ടികൾ. മുന്നോട്ടുള്ള യാത്രയിൽ അത് ഹെൽപ്ഫുള്ളാകും. ഓക്കെ അല്ലേ എൻ്റെ കുട്ടികൾ? അപ്പോൾ കണക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.